ശിവൻ്റെ ഡയറക്റ്റ് ടീച്ചിങ്. അതിൻ്റെ പേര് ആഗമം. ഈ ആഗമങ്ങളിൽ നിന്ന് ഡയറക്റ്റാണ് വന്നതാണ്. അഗസ്ത്യർക്ക് ഒന്ന് കുറുമുനി എന്ന് പേര്. കുറുമുനിയുടെ ഹൈറ്റ് 1.25 അടിയാണ് അങ്ങേരെ ഹൈറ്റ്. 1.25 അടി. അങ്ങേര് കുംഭമുനി എന്നൊരു പേരുണ്ട്. അങ്ങേര് സമാധിയായ സ്ഥലമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം അവിടെയാണ് സമാധി സ്ഥലത്താണ് ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രം ഇരിക്കുന്നത്. ഇത് ഒരു ഇത് ശിവയോഗങ്ങൾ എന്ന് ഒരുപാടുണ്ട്. ഇപ്പം സാധാരണ യോഗം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പതഞ്ജലി യോഗ മാത്രം തന്നെ അറിയാം. അതും കംപ്ലീറ്റ് ചെയ്യുന്നില്ല. പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഈ ശിവയോഗത്തിൽ പ്രത്യാഹാരങ്ങൾ പലതരപ്പെട്ട പ്രത്യാഹാരങ്ങളുണ്ട്. സമാധി വ്യത്യാസമായിട്ട് ഇതൊക്കെ ശിവയോഗത്തിലിരിക്കുകയാണ്. അപ്പോൾ ശിവയോഗത്തിനും മറ്റ് ഓർഡിനറി യോഗത്തിനും ഉള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഈ എല്ലാത്തിൻ്റെയും അവസാനം സമാധിയാണ്. സമാധി എന്താണെന്നത് ഈ സമാധി? അതാണ് സമാധി. സമാധി എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇങ്ങനെ അത് വേറെ, അത് മരിയ ദേഹത്തെ വിട്ട് പോകുന്നതാണ്. ഈ സമാധി എന്ന് പറഞ്ഞാൽ ബിക്കം വൺ വിത്ത് ദാറ്റ് എനർജി. സമാധി എന്നാൽ മരണമല്ല. അത് നിറയെ ഒരു തെറ്റായിട്ട് വിചാരിച്ചത്. സമാധി അടഞ്ഞിട്ടും നിങ്ങൾ ജീവിതത്തിൽ അതിന് എത്ര കാലം വേണമെങ്കിൽ ഇരിക്കാം. അത് ഇവർ ശിവയോഗികൾ മതി, ഈ ലോകത്തിരുന്ന മതി. അവർ ഇഷ്ടപ്പെടുമ്പോൾ ഈ ഫിസിക്കൽ ബോഡിയെ വിട്ട് പുറത്തു പോകുന്നത്, ലീവിങ് ദീസ് പ്ലാനറ്റ് ആൾസോ. അതിൻ്റെ ഇതാണ് സിദ്ധന്മാരൊക്കെ 3000-4000 കൊല്ലങ്ങൾ ഇരുന്നതായിട്ട് റെക്കോർഡ് ഇരിക്കുന്നത്. അതൊക്കെ സയൻറ്റിഫിക്കാണ്. നിങ്ങളുടെ ദേഹത്തിലുള്ള ഒவ்வொரு സെല്ലുകളും. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശിവയോഗി ശിവരാജൻ സ്വാമികളാണ്. സ്വാമി നമസ്തേ. നമസ്കാരം. വീണ്ടും അബാക് മീഡിയയിലേക്ക് സ്വാഗതം. അങ്ങയുടെ വീഡിയോകളൊക്കെ നേരത്തെ പബ്ലിഷ് ചെയ്തതിന് ശേഷം ഒരുപാട് പേര് അങ്ങയെ പറ്റി അങ്ങയുടെ നമ്പറിനൊക്കെ വേണ്ടി വിളിച്ചിരുന്നു. ഓക്കെ, സത്യത്തിലേ ആരാണൊരു ശിവയോഗി? ശിവയോഗി എന്ന് പറഞ്ഞാൽ ശിവയോഗങ്ങൾ എന്ന് ഒരുപാടുണ്ട്. ഇപ്പം സാധാരണ യോഗം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പതഞ്ജലി യോഗ മാത്രം തന്നെ അറിയാം. അതും കംപ്ലീറ്റ് ചെയ്യുന്നില്ല. എല്ലാവരും ആസനം, പ്രാണായാമം, ഇത് യോഗ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ അടുത്ത സ്റ്റേജ് പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഈ ശിവയോഗത്തിൽ പ്രത്യാഹാരങ്ങൾ പലതരപ്പെട്ട പ്രത്യാഹാരങ്ങളുണ്ട്. ജ്ഞാനേന്ദ്രിയ പ്രത്യാഹാരം, അടുത്തത് അന്ധകരണ പ്രത്യാഹാരം, നാഡീത്രയ പ്രത്യാഹാരം, ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ശിവയോഗത്തിലുള്ളത്. ഇപ്പോൾ സാധാരണ യോഗത്തിൽ ഇരിക്കുന്നത് ഇവിടെ കൂടുതൽ ഡീറ്റെയിൽ ശിവയോഗത്തിലാണ് ഇരിക്കുന്നത്. അടുത്ത സ്റ്റേജ് ധാരണയിൽ അതേമാതിരി 4-5 ടൈപ്പ്. അടുത്തത് ധ്യാനം, 10-20 ടൈപ്പ് ധ്യാനം, സമാധി വ്യത്യാസമായിട്ട് ഇതൊക്കെ ശിവയോഗത്തിലിരിക്കുകയാണ്. അപ്പോൾ ശിവയോഗത്തിനും മറ്റ് ഓർഡിനറി യോഗത്തിനും ഉള്ള വ്യത്യാസം എന്ന് വെച്ചാൽ മറ്റ് യോഗം നിങ്ങൾക്ക് ഋഗ്യജൂർ, സാമ, അഥർവണ അതിൻ്റെ റൂട്ടിൽ വന്നത്. ഇതങ്ങനല്ല. ശിവൻ്റെ ഡയറക്റ്റ് ടീച്ചിങ്. അതിൻ്റെ പേര് ആഗമം. ഈ ആഗമങ്ങളിൽ നിന്ന് ഡയറക്റ്റാണ് വന്നതാണ്. ആ ശിവ ആഗമങ്ങളിൽ നിന്ന് ഇത് തമിഴിൽ തിരുമൂലർ എന്നൊരു സിദ്ധർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാണ് ഡിഫറെൻറ്റ് ടൈപ്പ് യോഗാസ്. നിങ്ങൾക്ക് കായകൽപ്പ യോഗ, അമുരിധാരണ, ചന്ദ്രയോഗ, അടുത്തത് ശക്തിപാത് യോഗ എന്ന് സെപ്പറേറ്റ് ഒരു ചാപ്റ്റർ അതിരിക്കുന്നു. അതുപോലെ ചന്ദ്രയോഗ, എനർജി ട്രാൻസ്മ്യൂട്ടേഷൻ യോഗ, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഇതുകളിരുന്നു. ഈ ശിവയോഗങ്ങളെ പ്രാക്ടീസ് ചെയ്യുന്നത് ശിവയോഗി. മറ്റൊരു സാധാ യോഗി എന്ന് അവർ വിളിക്കും. ഈ ട്രഡീഷൻ വേദങ്ങളെക്കാട്ടിലും മുമ്പ് ഉള്ളതാണ്. ശിവൻ ഡയറക്റ്റാ പറഞ്ഞ ഇതാണ്. അത് ചെയ്യുന്നവർ ശിവയോഗി. ഈ എല്ലാത്തിൻ്റെയും അവസാനം സമാധിയാണോ? സമാധി. എന്താണെന്നത് ഈ സമാധി? റൈറ്റ്. ഇത് വെച്ചിട്ട് നിറയെ പേര് തെറ്റായിട്ട് വിചാരിക്കുന്നുണ്ട്. സമം പ്ലസ് ആദി സമാധി. ആദി എന്ന് പറഞ്ഞാൽ ആദി എനർജി. ശിവ ഈസ് ഫൈനൽ എനർജി കോൺഷ്യസ്നെസ്. അത് ഒരുപാട് നടരാജ തത്വം, അത് ഒരുപാട് ഇതുണ്ട്. അതിനെക്കുറിച്ച് ഞാനും പുസ്തകങ്ങൾ കിൻഡിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ജീവൻ ഇങ്ങനെ റൈസായി വന്ന് ഇത് ശിവമാണെങ്കിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ, അപ്പോൾ ജീവ ബിക്കംസ് സമം, ഈക്വൽ ടു ദാറ്റ് ഫൈനൽ എനർജി, ഫസ്റ്റ് എനർജി. അതാണ് സമാധി. സമാധി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അത് വേറെ, അത് മരിയ ദേഹത്തെ വിട്ട് പോകുന്നതാണ്. ഈ സമാധി എന്ന് പറഞ്ഞാൽ ബിക്കം വൺ വിത്ത് ദാറ്റ് എനർജി, ഫൈനൽ എനർജി, അത് സത്യം, നിങ്ങൾ ശിവം, സുന്ദരം, അങ്ങനെ ഒരു മെർജറാണ് സമാധി. സമാധി എന്നാൽ മരണമല്ല. അത് നിറയെ ഒരു തെറ്റായിട്ട് വിചാരിച്ചത്. സമാധി അടഞ്ഞിട്ടും നിങ്ങൾ ജീവിതത്തിൽ അതിന് എത്ര കാലം വേണമെങ്കിൽ ഇരിക്കാം.
സിദ്ധന്മാരൊക്കെ 3000-4000 കൊല്ലങ്ങൾ ഇരുന്നതായിട്ട് റെക്കോർഡ് ഇരിക്കുന്നത്. അതൊക്കെ സയൻറ്റിഫിക്കാണ്. നിങ്ങളുടെ ദേഹത്തിലുള്ള ഒவ்வொரு സെല്ലുകളും ഒരു 6 മാസത്തിനൊക്കെ അത് വന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. ടോട്ടൽ 7 years ടോട്ടൽ. ഇതിപ്പം അവർ അത് കൺട്രോൾ ചെയ്ത് ദശവായുക്കളുടെ കൺട്രോൾ വന്ന് അവർ ഇച്ഛാമൃത്യു, അത് ഇവർ ശിവയോഗികൾ ഇച്ഛാ മതി, ഈ ലോകത്തിരുന്ന മതി, അവർ ഇഷ്ടപ്പെടുമ്പോൾ ഈ ഫിസിക്കൽ ബോഡിയെ വിട്ട് പുറത്തു പോകുന്നത്, ലീവിങ് ദിസ് പ്ലാനറ്റ് ആൾസോ. അതിൻ്റെ ഇതാണ് അവർ ഇത് ചെയ്യുന്നത്. മറ്റേ സമാധി എന്ന് പറഞ്ഞ സ്പിരിച്വൽ പെർഫെക്ഷൻ, അതാണ് സമാധി. സ്പിരിച്വൽ പെർഫെക്ഷൻ ആണ് സമാധി. അങ്ങേക്ക് സമാധി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി? അത് സമാധി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊക്കെ എനിക്ക് 23 വയസ്സിലെ ഒരു എക്സ്ട്രാ സെൻസറി പെർസെപ്ഷന് എക്സ്ട്രാ ഇതൊക്കെ വന്ന്, അപ്പോൾ അതൊക്കെ നമ്മൾ ഇനി ഈ ലോകത്ത് എത്ര കാലം ഇരിക്കുന്നോ അതുവരെ നമ്മുടെ സത്കർമ്മങ്ങൾ, നമ്മൾ വന്ന് മറ്റേ പ്രൈവറ്റായിട്ടുള്ള കർമ്മങ്ങൾ വേറെ, അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുൾ ആൻഡ് ഫുൾ ഇത് ശിവയോഗം പഠിപ്പിക്കുക, ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, അങ്ങേക്ക് എത്രാമത്തെ വയസ്സിൽ നിന്നാണ് ഇങ്ങനെ ഒരു എനിക്ക് വന്ന് 17 വയസ്സിൽ നിന്ന് യോഗ പഠിച്ചു. അത് വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ ഒരു ബ്രാഞ്ചിൽ നിന്നാണ്. എനിക്ക് സ്വന്തം സ്ഥലം വന്ന് കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് എരണിയൽ. അപ്പോൾ സ്കൂളിൽ ഇരിക്കുമ്പോൾ അവിടെ പോയി പഠിച്ചു. പിന്നെ കോളേജൊക്കെ നാഗർകോവിലാണ്. പയനിയർ കുമാരസ്വാമി കോളേജിൽ നിന്ന് PUC പഠിച്ചു. BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഹിന്ദു കോളേജ് നാഗർകോവിൽ. അടുത്ത MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജ്, അത് നാഗർകോവിൽ തന്നെ. അപ്പോൾ അതിൽ നിന്ന് പിന്നെ വിവേകാനന്ദ കേന്ദ്രത്തിൽ അവർ ആനുവൽ പ്രോഗ്രാം ഉണ്ട്, അതൊക്കെ പഠിച്ചിട്ടുണ്ട്. അവിടെ പല പ്രോഗ്രാം ഇപ്പോൾ ഞാൻ വർമ്മ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 17 വയസ്സ് തുടങ്ങി. പിന്നെ പഠിക്കുന്ന കാലത്ത് വെച്ചാൽ ഒരു റിയലൈസേഷൻ എന്നത് ഒരു 23-24 വയസ്സിലാണ്. 23 വയസ്സ് മുതൽ ഇങ്ങോട്ടേക്ക് ഈ ഒരു പാതയിൽ? അതെ. അങ്ങനെ വന്ന് അപ്പോഴേ ഇപ്പോൾ കേരളത്തിൽ എനിക്ക് വന്ന് 79 അപ്പോയിൻമെൻറ്റ്. ഇതൊക്കെ പത്മതീർത്ഥത്തിൻ്റെ അടുത്തുള്ള കോപ്പറേറ്റീവ് ബാങ്ക് ബിൽഡിങ്ങിലിരുന്ന BSNL ഓഫീസ്, അപ്പോൾ DOT. അപ്പോൾ വന്ന് എനിക്ക് ഫുൾ സപ്പോർട്ട് ചെങ്കോട്ടുകോണം സ്വാമി ഇവിടെ കോണ്ടാക്ട്. കേരളമായുള്ള കണക്ഷൻ അങ്ങനെയാണ്. 79 ഇത് വന്നപ്പോൾ ചെങ്കോട്ടുകോണം സ്വാമി തന്നെ ഫസ്റ്റ് എനിക്ക് കോണ്ടാക്ട് ആയത്. അപ്പോൾ സ്വാമിയുടെ കെയർ ഓഫിൽ പാറസാലിലിരുന്ന് കാസർഗോഡ് വരെ സ്വാമി എനിക്ക് ഒരുപാട് പേരെ കോണ്ടാക്ട് ചെയ്തു തന്നു. പോയാൽ താമസിക്കാനും അതിനുള്ള പ്രോഗ്രാം കേട്ട് തരും. അങ്ങനെ വന്ന് ഞാൻ പല സ്ഥലങ്ങളിൽ അപ്പോൾ വന്ന് ആ യോഗ ക്യാമ്പ് നടത്തി. നാഗമ്പടം, കോട്ടയം, മേപ്പയ്യൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം, പല സ്ഥലങ്ങളിലും അങ്ങനെ ഇരുമ്പോൾ സ്വാമിയുടെ കൂടെ ഞാൻ ആണ് ഇരുന്ന്. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിപ്പോയി. ഒരു 16 ഇയേഴ്സിന് ട്രാൻസ്ഫർ ആയി പോയി നാഗർകോവിലിൽ നിന്ന് കോയമ്പത്തൂർ വന്ന് തിരുമൂലർ ആശ്രമം ഇത് ജോലി ചെയ്യുന്ന VRS വാങ്ങിച്ചിട്ട് തിരുമൂലർ സിദ്ധർപീഠം എന്ന് തുടങ്ങി അവിടെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ മെയിനായി എനിക്ക് വന്ന് ക്ലാസ് എടുക്കുന്നതാണ് മെയിനായിട്ട്. അപ്പോൾ മറ്റേ ആക്ടിവിറ്റീസിന് ഗുരുപൂജ എടുക്കും. തിരുമൂലർ ഗുരുപൂജ അല്ലാതെ വേറെ പൂജകളൊന്നുമില്ല. ഗുരുപൂജ, തിരുമൂലർ ഗുരുപൂജയാണ് മെയിനായി എടുക്കുന്നത്. ഇപ്പോൾ വന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ഇപ്പോൾ എനിക്ക് അഗസ്ത്യരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് ഇപ്പോൾ പ്രൈം മിനിസ്റ്ററുടെ ഒരു ഇൻസ്ട്രക്ഷനാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുത്ത് ഇങ്ങനെ അഗസ്ത്യർ യുണൈറ്റിംഗ് ഇന്ത്യ എന്നൊരു തീം ഡെവലപ്പ് ചെയ്യണം. കാരണം വെച്ചാൽ കേദാർനാഥിൽ നിന്ന് കന്യാകുമാരി വരെ അഗസ്ത്യരുടെ ക്ഷേത്രങ്ങളുണ്ട്. അഗസ്ത്യർ യുണൈറ്റിംഗ് ഇന്ത്യ എന്നുള്ള ഇതിൽ കുറച്ച് ബുക്ക് എഴുതണമെന്ന് പറഞ്ഞ് എനിക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടി. അതേമാതിരി ഞാൻ വന്ന് കന്യാകുമാരിയിൽ അഗസ്ത്യർ ആദ്യം ഹിമാലയത്തിൽ നിന്ന് വന്ന് ഇരുന്ന സ്ഥലത്തെ ട്രേസ് ചെയ്ത് അവിടെ വാൽമീകി വന്ന് അഗസ്ത്യത്തെ ശിവയോഗം പഠിച്ചിട്ടുണ്ടെന്നുള്ള ഇതെടുത്ത് ബുക്ക് ഈ ഇതിൽ പ്രൈം മിനിസ്റ്റർ പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. ഈ തമിഴ് സംഗമം 15-ാം തീയതി ഫെബ്രുവരി 15, 24 വരെ അതിന് വേണ്ടി ബുക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞു. അങ്ങയുടെ ബുക്കാണ്? എൻ്റെ ബുക്ക് ഞാൻ എഴുതിയത് റിസർച്ച് വർക്ക്. അത് മൈസൂരിൽ പ്രിൻ്റായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫർദർ അവിടെ ഞാൻ ഇനി അവിടെ പോകും എന്ന് പ്രോഗ്രാം എന്നുള്ളത് അവിടെ പോയി അറിയാൻ പറ്റും. അപ്പോൾ അഗസ്ത്യരെ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞ് ഇപ്പോൾ 3 സ്ഥലത്ത് ക്ലാസ് എടുത്തിട്ട് അത് ഫംഗ്ഷനും കലർന്നിട്ട് വരികയാണ്. ഈ അഗസ്ത്യരെ കുറിച്ചൊക്കെ അറിയാൻ ആൾക്ക് താല്പര്യം ഉണ്ടാവും. ആരായിരുന്നു അഗസ്ത്യർ? അഗസ്ത്യർക്ക് ഒന്ന് കുറുമുനി എന്ന് പേര്. കുറുമുനിയുടെ ഹൈറ്റ് 1.25 അടിയാണ്. അങ്ങേരെ ഹൈറ്റ് 1.25 അടി. അങ്ങേര് കുംഭമുനി എന്നൊരു പേരുണ്ട്. അങ്ങേര് സമാധിയായ സ്ഥലമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം അവിടെയാണ് സമാധി സ്ഥലത്താണ് ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രം ഇരിക്കുന്നത്. ഇത് ഒരു ഇത്
ഫസ്റ്റ് ഞാൻ പറയുന്നു. പിന്നെ അഗസ്ത്യർ നിന്ന് ഹിമാലയത്തിൽ നിന്ന് കന്യാകുമാരിക്ക് വന്നു. ഹിമാലയത്തിൽ ശിവപാർവതി കല്യാണം നടക്കുമ്പോൾ ദേവர்களെല്ലാം വന്ന് അവിടെ വന്നുകൊണ്ട് വടക്ക് താറാൻ തുടങ്ങി, തെക്ക് ലിഫ്റ്റാൻ തുടങ്ങി. അഗസ്ത്യർ നിങ്ങൾ അവിടെ പോയി ബാലൻസ് ചെയ്യുക, നിങ്ങൾ പോയാൽ മതി, ബാലൻസ് ആയിക്കോളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ അഗസ്ത്യർ ശിവൻ്റെ ചോദിച്ചാൽ നിങ്ങളുടെ മാരേജ് അവിടെ നിങ്ങൾ കണ്ടോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അഗസ്ത്യർ ഇങ്ങനെ വരികയാണ്. വരുമ്പോൾ വിന്ധ്യ സാത്പൂര മല ഹൈറ്റായിട്ട് അഗസ്ത്യർ പോകുന്ന അത് താന്ന് നമസ്കരിച്ച് അപ്പോൾ പറയുന്ന ഇങ്ങനെ താന്നിരുന്നാൽ മതി, ഞാൻ തിരിച്ചു വരുന്നവരെ എന്ന് തിരിച്ചു പോയില്ല സൗത്തിൽ നിന്ന്. ഇതാണ് അഗസ്ത്യരുടെ ഇവിടെ വരുന്നത് സ്റ്റോറി. അപ്പോൾ ഇതിൻ്റെ ശേഷം ഒരുപാട് ഡെവലപ്മെൻ്റ് ഉണ്ട്, അത് ഞാൻ വന്ന് പറയാം. അപ്പോൾ അഗസ്ത്യരുടെ ഇത് അറിയുമ്പോൾ ആദ്യം 3 ടേം അറിയണം. ഒന്ന് അഹത്തി, 2 അഗസ്ത്യർ, പ്രാണപുരുഷൻ, അടുത്ത അഗസ്തീശ്വരർ. അപ്പോൾ അഗസ്തീശ്വരൻ എന്ന് പറഞ്ഞാൽ അഗസ്ത്യയുടെ ഗുരുജി ശിവൻ തന്നെ. അങ്ങനെയാണ് സിദ്ധവൈദ്യം പറഞ്ഞു കൊടുത്തത്, അങ്ങനെയാണ് മർമ്മ പറഞ്ഞു കൊടുത്തത്, അങ്ങനെയാണ് ഫൈറ്റിംഗ് ടെക്നിക്ക് പറഞ്ഞു കൊടുത്തത്, എല്ലാം ശിവൻ തന്നെ ഫസ്റ്റ് എയ്ഡ്. അപ്പോൾ എവിടെയൊക്കെ പോയി അഗസ്ത്യർ ഇരിക്കുന്നോ അവിടെയൊക്കെ ഒരു ശിവപ്രതിഷ്ഠ ചെയ്യും. കുറ്റാലത്ത് പോയിരുന്നു, അവിടെ ഒരു ശിവപ്രതിഷ്ഠ ചെയ്തു. കന്യാകുമാരി ഇരുന്ന് അഗസ്തീശ്വര ശിവപ്രതിഷ്ഠ ചെയ്ത്. ഇങ്ങനെ പാണ്ഡിച്ചേരി പോയിരുന്ന് അഗസ്ത്യർ ശിവപൂജ ചെയ്തു. അപ്പോൾ ഇത് വന്ന് അഗസ്തീശ്വരർ എന്ന് പറയുന്നത് ശിവൻ തന്നെ. ശിവനുക്ക് അഗസ്ത്യർ ജ്ഞാനം കൊടുത്ത അഗസ്ത്യർ എന്ന് പറഞ്ഞാൽ പ്രാണപുരുഷൻ. അവിടെ നിന്ന് ഇവിടെ കന്യാകുമാരി വന്ന അഗസ്ത്യർ. അഗത്തി എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഫയർ. ഇതാണ് തത്വവിളക്കം. അഗസ്ത്യർ വന്ന് വടക്കേ നിന്ന് തെക്ക വന്നു, അപ്പോൾ ബാലൻസായി, അത് പുരാണം. അഗത്തി ഇൻറ്റേർണൽ ഫയർ, നിങ്ങളുടെ സുഷുമ്നയിൽ ഓടുന്ന അഗ്നി.